എനിക്ക് ദേവപുരം സാറ് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ദേവപുരം രാജേന്ദ്രൻ സാറ് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു ഇപ്പം IVF നടക്കുമ്പോൾ ഫെർട്ടിലൈസ് ചെയ്യുന്ന എംബ്രിയോ അവരുടെ ആണെന്ന് ഉറപ്പില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ലേബർ റൂമിൽ നിന്ന് കൊണ്ടുവരുന്ന കുഞ്ഞ് അവരുടെ ആണെന്ന് സെയിം നക്ഷത്രത്തിൽ ജനിക്കുന്ന ഞാൻ പറഞ്ഞില്ലല്ലോ. വേറെ കാര്യം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അച്ഛനും അമ്മയും തന്നെ അവര് യഥാർത്ഥത്തിൽ നാച്ചുറലായിട്ട് ജനിച്ച കുട്ടികൾ പോലും അവർ അകന്നു പോകുന്നു. ജനിക്കുന്ന സമയത്തിന്റെ പോരായ്മയാണ്. അച്ഛന്റെ അമ്മയുടെ നക്ഷത്രവും ബ്ലഡിന്റെ പ്രത്യേകത ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യം എന്റെ റിസർച്ചിന്റെ ഭാഗത്ത് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് മുമ്പ്, ലക്ഷങ്ങളോ കോടികളോ മുടക്കുന്നതിന് മുമ്പ്, ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടി ജനിക്കുമോ ഇല്ലയോ, എത്ര കുട്ടി ജനിക്കും, ആണോ പെണ്ണോ, ഇത് എപ്പോഴും ജനിക്കും, ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത്രയും കാശ് ചെലവാക്കുന്നതല്ലേ നല്ലത്. മനസ്സിലാക്കാൻ പറ്റും. വന്നാൽ ഞാൻ ഫ്രീ സർവീസ് ഈ പറയുന്ന കാര്യം നടന്നില്ലെങ്കിൽ അതെ, എനിക്ക് കാശല്ല, ഫ്രീ സർവീസ് ആണ്. അതിനുള്ള മൊത്തം കാശ് ഞാൻ ചെലവാക്കും. അതിനുള്ള മൊത്തം കാശ് ഞാൻ ചെലവാക്കും. മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ച റിസർച്ചിന്റെ ഭാഗത്തെ കൊണ്ട് ചെയ്യുന്നുണ്ട്. റിസർച്ചും മെഡിക്കൽ സയൻസും രണ്ടല്ലേ? അതെ, രണ്ടാണെങ്കിലും ഒന്ന് പഠിച്ചിട്ടുണ്ട്. ഞാനും മെഡിക്കൽ ആസ്ട്രോളജി പഠിച്ചതാണ്. 11 വർഷമായി എന്റെ ബ്രദറിന്. ഒരു സെക്കൻഡ് മാം, മോൾ അതിന്റെ മറുപടി തൃപ്തിയായോ എന്ന് ചോദിക്കട്ടെ. എനിക്ക് തൃപ്തിയായില്ല. കാരണം എന്താ വെച്ചാൽ ഈ ലേബർ റൂമിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ എന്ന് ഉറപ്പില്ല. ഉറപ്പില്ല. അത് സെയിം നക്ഷത്രമല്ലേ? ഇപ്പൊ വിശ്വാസം മാത്രമാണ്. ഞങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് ക്രൈറ്റീരിയ ലേബർ റൂമിൽ നടക്കുന്ന ഉള്ളിലുള്ള ക്രൈറ്റീരിയസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ IVF-ലുള്ള ക്രൈറ്റീരിയസ് പഠിക്കുന്നുണ്ട്. ലേബർ റൂമിൽ നടക്കുന്നത് വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് IVF-ലെ കാര്യങ്ങൾ വിശ്വസിച്ചുകൂടാ? ചെയ്യുന്നവർ വിശ്വസിച്ചല്ലേ പറ്റൂ. ഇത് ചെയ്യാൻ കൊടുക്കുന്നവർ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ IVF ചെയ്യുന്നത് വിശ്വസിച്ചൂടെ? എല്ലാരും വിശ്വസിക്കണമെന്നില്ല. ഇല്ലല്ലോ. ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഏകദേശം എന്തെങ്കിലും അറിയാൻ പറ്റും. അച്ഛനും അമ്മയും കുറിച്ച് കൊടുക്കുന്ന സമയം തീയതിയും വെച്ചിട്ടാണ് അവരെ ഗണിച്ചു കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.